യാത്രകൾക്ക് ഭംഗി എപ്പോഴാ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പോകുന്ന സ്ഥലമോ പോകുന്ന വഴിയോ ഒന്നുമല്ല, നമ്മൾ ആരുടെ കൂടെയാണ് പോകുന്നത് എന്ന് എന്നെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ ഒരു പോക്കിൻ്റെ കഥയായത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ കുറച്ച് മനുഷ്യരുമായി മാത്രമേ അടുപ്പുള്ളൂ. ഒരു മൂശേട്ട സ്വഭാവമാണ്. ഈ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, ഈ വിരലെണ്ണാവുന്നവർ മാത്രം. അവരെല്ലാവരും എനിക്ക് കളഞ്ഞു കിട്ടിയവരാ. അതായത് ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഏതൊക്കെയോ പോക്കിൽ എന്നിലേക്ക് വന്നു ചേർന്നവരവർ. എന്നായിട്ട് ഞാനായിട്ട് കുറേ പേരെ തിരഞ്ഞു പിടിച്ച് വലിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഇവരൊക്കെ കൃത്യമായി എന്നെ ഇട്ടിട്ട് പോകാറുമുണ്ട്. അങ്ങനെ ഈ പോക്ക് UAE എന്ന സ്വപ്ന രാജ്യത്തേക്കായിരുന്നു. ഇവിടെ പല ആവർത്തിയും മുമ്പും പോയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പല ആവശ്യങ്ങൾക്കായിട്ടായിരുന്നു. എന്നാൽ ഈ വട്ടത്തെ യാത്ര തികച്ചും വ്യത്യസ്തമായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്ക്. അതായത് ഒരു ബാധ്യതകളോ ഉത്തരവാദിത്വങ്ങളോ ഈ വട്ടം എൻ്റെ കൂടെ ഇല്ല. തികച്ചും സ്വതന്ത്രമായ യാത്ര. ഒരു ടൈം ഷീറ്റോ അലാം സെറ്റോ ഒന്നുമില്ലാതെ ചുരുക്കി പറഞ്ഞ ഒരു തോന്നിവാസ പോക്ക്. UAE എന്ന് കേട്ട എൻ്റെ മനസ്സിൽ അത് ദുബായ് മാത്രമായിരുന്നു. ഈ ഒരു പോക്ക് വരെ, അതായത് ഈ വട്ടത്തെ യാത്ര വരെ. ഈ വട്ടം ഞാൻ അതിനെ അങ്ങ് തിരുത്തി. ഞാൻ ദുബായിൽ നിന്ന് ഫുജേറയിലേക്ക് പോകുമ്പോഴാണ് UAEയുടെ മറ്റൊരു നേച്ചർ എനിക്ക് കാണാൻ പറ്റിയത്. തികച്ചും വ്യത്യസ്തമാണ്. ഞാൻ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഉയരം കൂടിയ കെട്ടിടങ്ങളും വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ഉള്ള കഥകളും ഒക്കെ ആയിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയപ്പോഴാണ് തികച്ചും നാച്ചുറലായിട്ട് മലകളും വരണ്ട ഭൂമിയും അങ്ങനെ ഒരു കടയോ ഒരു പ്രകൃതിദത്തമായിട്ടൊരു പച്ചപ്പോ ഒന്നുമില്ലാത്ത ഒരു വരണ്ട ഭൂമി പോലെ തോന്നിയത്. ഈ ചില മനുഷ്യരെ പോലെ നമ്മൾ അവളെപ്പറ്റി കരുതി വെക്കുന്നത് പോലെ അല്ലല്ലോ ശരിക്കും നമ്മളവരെ കണ്ടറിയുമ്പം പെട്ടെന്നുണ്ടാകുന്നൊരു തിരിച്ചറിവ് പോലെ. അപ്പം പറഞ്ഞു വന്നത് ദുബായ്. ഈ ഉയരം കൂടിയ കെട്ടിടങ്ങളും പല രാജ്യത്തെ ഒരുപാട് ആൾക്കാർ, വലിയൊരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ് ഞാനവിടെ കണ്ടത്. ഓരോ സ്ഥലത്തെ പറ്റി പറഞ്ഞു തരാൻ ഞങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡ് ഉണ്ടായിരുന്നു. ലിതിനും മനീഷയും. ഇവരാണ് ഞങ്ങളെല്ലായിടവും കൊണ്ടുപോയി കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കളഞ്ഞു കിട്ടുന്നവർ. ഞാൻ ഈ വർണ്ണക്കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വാവിളിച്ച് നിൽക്കുക. സംഭവം UK നിന്നും ഡയാന അയർലൻഡിൽ നിന്നുമാണ് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങളതവിടെ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങളെ ഏതൊക്കെയോ വില്ലേജിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പുകമറയത്തൂടെ നമ്മുടെ പണ്ടത്തെ കളിയങ്കാട്ട് നീല് വരുന്ന കണക്ക് ഡയാന വന്ന് പോസൊക്കെ തരുന്നുണ്ട്. മനീഷയും ലിതിനുമാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഓരോ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ പറ്റിയും പണ്ട് ഇതെങ്ങനെ ആയിരുന്നു, എത്ര നാളുകൊണ്ടാണ് അവർ ദുബായി ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റിയത്, ഇവിടെ ദുബായിയും അവിടെ അബുദാബിയുമാണ്, എങ്ങനെയൊക്കെയാണ് രാജ്യങ്ങളെ ഇവർ ഒന്നിപ്പിച്ചത് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോഴാണ് ശരിക്കും ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ. ഇത്രയും നാൾ നമ്മൾ കണ്ട സിനിമകളിൽ മാത്രം കണ്ട ദുബായിയും ഷാർജയും ഒക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ ശരിക്കും പോയത് ദുബായ് ഫ്രെയിം കാണാൻ പോയി, ബുർജ് ഖലീഫയിൽ പോയി, ദുബായ് മോളിൽ പോയി. ഇവിടെയൊക്കെ വന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ തോണ്ടുന്നത് പ്രായം എത്ര ആയാലും നമ്മുടെ ഉള്ളിലെ കുട്ടി മാറില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വീഡിയോ പിടിക്കാമോ ഇല്ലായോ എന്നറിയില്ല. ഇതൊക്കെ എന്നാൽ എനിക്ക് മറ്റുള്ളവരെ കാണിക്കണമെന്നൊക്കെയുണ്ട്. ഇവരുടെ പണ്ട് ഇവരെങ്ങനെയായിരുന്നു കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്, പണ്ട് എങ്ങനെയായിരുന്നു കച്ചവടം നടത്തിയിരുന്നതെന്നൊക്കെയുള്ള ഒരു പ്രോപ്പർ വില്ലേജ് അറ്റയർ അവരുണ്ടാക്കി തന്നു. ഇവിടുത്തെ പല സാധനങ്ങളും ഞങ്ങളെ വല്ലാണ്ട് ആകർഷിച്ചു. ഓരോ സാധനങ്ങളും ഞങ്ങൾ കണ്ടും തൊട്ടുമൊക്കെ നോക്കി. വില പറയുമ്പം ഞാൻ പൗണ്ടിലും അവൾ യൂറോയിലും ആക്കി നോക്കും, നമ്മുടെ വിലയായിട്ട് സാമ്യം ഉണ്ടാകുന്നുണ്ടോ എന്ന്. പിന്നെ ഇവിടെ ഒട്ടും മറക്കാൻ പറ്റാത്തതാണ് ഇവിടുത്തെ ഭക്ഷണം കേട്ടോ. അതൊക്കെ അങ്ങോട്ട് തുറന്ന് കഴിച്ച് ഞങ്ങളാകെ 4 ദിവസത്തെ യാത്രയിൽ മുഴുവൻ സമയവും ഭക്ഷണം കഴിപ്പ്. ഇവിടെ പിന്നെ കണ്ടൊരു ആഴ്ചയാണ് ദേ പോകുന്നു ഡ്രൈവർ ഇല്ലാത്ത കാറ്. ഞാൻ ഒന്നുകൂടെ നോക്കി എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ, കാരണം ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഡ്രൈവ് ചെയ്യുന്നു, അല്ല റൈറ്റ് സൈഡിൽ ഡ്രൈവ് ചെയ്യുന്നു, ഇവർ ലെഫ്റ്റ് സൈഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇനി വേറെ എങ്ങാനും സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ടുണ്ടോ എന്ന്. ഡ്രൈവറില്ല ഗൈസ്. ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് ഇത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ഇത് എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഹോമി ഫീൽ ആയിട്ടോ. ഇവരുടെ കൂടെ നമ്മൾ ചില്ല് ചെയ്ത് കുറേ കാഴ്ചകൾ കണ്ട്. പക്ഷേ മൊത്തം കെട്ടിടങ്ങളും തിരക്ക് പിടിച്ച മനുഷ്യരും ഒരുപാട് നല്ല ജീവിതങ്ങളും.